നമസ്കാരം ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഇമോഷണൽ ഡ്രാമാസ് ആണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മൾ ചില ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ കരയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പിലായിരിക്കും നമുക്ക് ഇമോഷൻസ് വരുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ടൈപ്പിലുള്ള ഡ്രാമകളാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി കമന്റ് ചെയ്തതാണ് കേട്ടോ, ചേച്ചി നല്ല ഇമോഷണൽ ഡ്രാമകൾ ചെയ്യുമെന്നാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ചില ഡ്രാമകളൊക്കെ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ കരഞ്ഞു തീർക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ ടൈപ്പിലുള്ള ഡ്രാമകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലവർക്ക് ഇമോഷണൽ ഡ്രാമകളൊന്നും ഇത് ഓരോ ടൈമിലായിരിക്കും നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നുക അല്ലെ. ചില ടൈമിൽ നമുക്ക് നന്നായിട്ട് ചിരിക്കാനായിരിക്കും തോന്നുക, എന്നാൽ അതേ സമയം തന്നെ നമുക്ക് കരയണം എന്ന് തോന്നുന്ന ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മൾ കരയും കേട്ടോ. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എന്നെ കുറ്റം പറയരുത് കണ്ടു കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർ മാത്രം നിങ്ങൾ ഈ ഡ്രാമ കാണാം. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഇമോഷണൽ ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ. ഫസ്റ്റ് ഡ്രാമയാണ് അൺകൺട്രോളബിളി ഫോണ്ട്. 2016 റിലീസായിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക്കൽ ഡ്രാമയാണ് അൺകൺട്രോളബിളി ഫോണ്ട്. ഇതിൽ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ രണ്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് തമ്മിൽ സെപ്പറേറ്റ് ആവുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവരെ വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. സോ അവർ പിന്നീട് നന്നായിട്ട് ക്ലോസ് ആവുകയും ഒരു വർക്കിന്റെ ഭാഗമായിട്ടാണ് അവർ പിന്നീട് മീറ്റ് ആക്കുന്നത്. ശേഷം അവർ ക്ലോസ് ആവുകയും പിന്നീട് അവർ റിലേഷൻഷിപ്പിലാവുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഡ്രാമയിലുണ്ടല്ലോ ഇവരുടെ പേഴ്സണൽ ലൈഫ്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഫാമിലി, ഒരു ഫീലിങ്സ്, അവരുടെയൊക്കെ ആ ഒരു ഫീലിങ്സും ഇമോഷൻസും ഇതിൽ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഞാൻ ഈ ഡ്രാമ കണ്ടിട്ട് അത്യാവശ്യം നല്ല ഇമോഷണലി സാഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. സോ അങ്ങനെയൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഡ്രാമ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഇതിൽ മെയിൽ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം വൂ ബിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ബേസൂസി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസുമാണ്. ബേസൂസിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, സ്റ്റാർട്ടപ്പ് ഡ്രാമ ഉണ്ടല്ലോ, ആ സ്റ്റാർട്ടപ്പ് ഡ്രാമയിലെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് ഇതിലും മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ടോട്ടലായിട്ട് 20 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി സെക്കൻഡ് ഡ്രാമയാണ് മൂൺ ലവേഴ്സ്. 2016 റിലീസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റൊമാൻറ്റിക്കൽ ഡ്രാമയാണ് മൂൺ ലവേഴ്സ്. ഈ ഡ്രാമ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇതൊരു ടൈം ട്രാവൽ ഡ്രാമയാണ്, ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്, അതേപോലെ തന്നെ നല്ല ഇമോഷണൽ ഡ്രാമയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ നന്നായിട്ട് കരഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയാണ് മൂൺ ലവേഴ്സ്. എൻഡിങ് ഒക്കെ എൻ്റെ ഈശ്വര കരഞ്ഞ് ഞാനൊരു പരുവായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ നടി ഉണ്ടല്ലോ ടൈം ട്രാവൽ ചെയ്തിട്ട് പഴയ ഒരു രാജവംശ കാലഘട്ടത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലോട്ടാണ് ഇവള് ടൈം ട്രാവൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവൾ അവിടെ എത്തിപ്പെട്ടത് എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. പെട്ടെന്ന് എത്തിപ്പെട്ടപ്പോൾ അവൾ ആകെ ഷോക്കായി പോയിട്ടോ. കാരണം ഒരു മോഡേൺ വേൾഡിൽ നിന്ന് പഴയ ഒരു കാലഘട്ടത്തിലേക്കല്ലേ അവൾ പോയത്. സോ അവള് ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അവൾക്ക് അവിടുത്തെ ആ രാജാവിനെ കാണുന്നു, അവിടുത്തെ കുറെ പ്രിൻസസുകളെ കാണുന്നു, ഒക്കെ കണ്ടപ്പോൾ അവൾ ആകെ ഷോക്കായി പോയി. പിന്നീട് അവള് ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും അവരുടെ ആ ഒരു ലൈഫ് ജേർണിയും ഒക്കെയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോറി ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ റൊമാൻസ് ആയിക്കോട്ടെ, ഇവരുടെ ആ ഒരു ബ്രദേഴ്സിന്റെ കെമിസ്ട്രി ആയിക്കോട്ടെ, എല്ലാം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതില്. പിന്നെ OSTകൾ ആയിക്കോട്ടെ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് ആണ് കിട്ടുന്നത്. ഇതും ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു ഡ്രാമയാണ് മൂൺ ലവേഴ്സ്. അപ്പൊ എന്തായാലും മറക്കാണ്ട് നിങ്ങൾ ഈ ഡ്രാമ കാണണം കേട്ടോ. ഓക്കെ, ഇതിൽ ടോട്ടലായിട്ട് 20 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലീ ജിയുൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും അതേപോലെ തന്നെ ലീ ജുങ്കി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് അഭിനയിച്ചിരിക്കുന്നത്. ഇവരുടെ കെമിസ്ട്രിയും ഇവരുടെ ആ ഒരു റൊമാൻസും ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പൊ മറക്കാണ്ട് ഈ ഡ്രാമ പോയിട്ട് കാണുക കേട്ടോ. തേർഡ് ഡ്രാമയാണ് 2023 റിലീസ് ആയിട്ടുള്ള ദ ഗുഡ് ആൻഡ് ബാഡ് മദർ. ഇത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മദറിന്റെയും സണ്ണിന്റെയും ഒരു ബോണ്ടിങ്, അതേപോലെ തന്നെ അവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതില് അമ്മയുടെ ആ ഒരു ലൈഫ് ജേർണി, അമ്മ മകനെ വളർത്തുന്ന രീതി, അവരുടെ ആ ഒരു സ്നേഹം ഒക്കെ ഇതിൽ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോറി എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മകൻ, ഇതിലെ മെയിൻ ലീഡ് ആയിട്ടുള്ള ആക്ടർ ഇതിലൊരു
പ്രോസിക്യൂട്ടർ ആണ്. പക്ഷെ വലിയൊരു ട്രാജിക് ആക്സിഡന്റിന് ശേഷം അദ്ദേഹത്തിന്റെ മൈൻഡ് ചെറിയ കുട്ടികളെ പോലെ ആവുകയാണ് കേട്ടോ. സോ അദ്ദേഹത്തിന് പിന്നീട് നോക്കുന്നത് അമ്മയാണ്. അപ്പൊ അമ്മയുടെ ആ ഒരു ഫീലിങ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. പഠിച്ച് വലിയൊരു പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള നമ്മുടെ മകൻ പിന്നീട് ഒരു ആക്സിഡന്റിന് ശേഷം ചെറിയ കുട്ടികളെ പോലെ ആവുക, അതായത് മൈൻഡ് ചെറിയ കുട്ടികളെ പോലെ വയ്യാണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഫീലിങ്സ്, മകൻ അങ്ങനെ ആയതിനോടുള്ള അമ്മയുടെ ആ ഒരു ഫീലിങ്സ് എന്തായിരിക്കും, മകൻ അങ്ങനെ ആയല്ലോ എന്നുള്ളതിൽ അമ്മയ്ക്ക് എന്തൊരു സങ്കടം ഉണ്ടായിരിക്കും അല്ലെ, മക്കൾ അങ്ങനെ ആവുക എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു ഫീലിങ്സും അവരുടെ ആ ഒരു സ്നേഹവും ഒക്കെ ഇതിൽ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്കൊന്ന് അത് ടച്ച് ആയി പോകും, കാരണം അമ്മമാരെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അവരുടെ ഫീലിങ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അമ്മയുടെയും മകന്റെ ആ ഒരു ബോണ്ടിങ് ഒക്കെ ഇതിൽ കാണാനായിട്ട് എനിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഇതില് അമ്മയായിട്ട് മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് റാമിറാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇതില് മകനായിട്ടുള്ള ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത് ലീ ഡോ ഹ്യൂൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ഫീമെയിൽ ലീഡായിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ആൻ യൂജിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ റൊമാൻസും കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഈ ഒരു സ്റ്റോറിയുടെ ലാസ്റ്റ് ആയിട്ട് മകന് ആ ഒരു അസുഖം മാറുമോ അല്ലെങ്കിൽ പിന്നീട് എന്തായിരിക്കും അവരുടെ ലൈഫ് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഡ്രാമ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ടോട്ടൽ ആയിട്ട് 14 എപ്പിസോഡ്സ് ആണുള്ളത്. എങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആവട്ടെ, നമുക്ക് അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രാമ കാണുന്നത്. ഈ 4th ഡ്രാമയാണ് വെൻ ലൈഫ് ഗിവ് യു ടാൻജറൈൻസ്. ഇപ്പൊ 2025 അതായത് ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ് ലൈഫ് ഗിവ് യു ടാൻജറൈൻസ് കേട്ടോ. ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. 12 എപ്പിസോഡ്സോളം ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രാമയാണ്. എന്താന്ന് വെച്ചാൽ ഈ ഡ്രാമ കണ്ട് ഈ 12 എപ്പിസോഡ്സ് വരെയും കരഞ്ഞിട്ടാണ് കേട്ടോ ഈ ഡ്രാമ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഡ്രാമ ഞാൻ ഇതിലോട്ട് ഈ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാനുള്ള കാരണം കേട്ടോ. ഈ ഡ്രാമയിലുണ്ടല്ലോ ഒരു അമ്മയുടെ, അതായത് നമ്മുടെ പാരൻസിനുള്ളൊരു ട്രിബ്യൂട്ട് പോലെയാണ് കേട്ടോ ഈ ഒരു ഡ്രാമ. കാരണം അവരുടെ ഒരു സ്റ്റോറി, അവരുടെ ഒരു ലൈഫ് ജേർണി ഒക്കെയാണ് ഈ ഒരു ഡ്രാമയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ പാരൻസിന്, അതായത് ഈ ഒരു ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാരൻസിനോട് ഒന്നുകൂടി സ്നേഹം കൂടും കേട്ടോ. കാരണം അവരെങ്ങനെയാണ് നമ്മളെ വളർത്തി വലുതാക്കുന്നത്, അവരെന്ത് ഇമോഷൻസ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ അവർ കെയർ ചെയ്യുന്നത് എന്നൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവരോടൊരു സ്നേഹം കൂടും. പിന്നെ നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ലൈഫ് പിന്നെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മെസ്സേജിങ് ആണ് ഈ ഒരു ഡ്രാമയിൽ തരുന്നത്. 1960 കാലഘട്ടത്തിലുള്ള ഒരു കഥ മുതൽ ഈ 2025 വരെയുള്ള ഒരു അമ്മയുടെയും അതേപോലെ തന്നെ മകളുടെയും ഒക്കെ കാലഘട്ടങ്ങൾ ഈ ഡ്രാമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു പ്രസന്റ് ചെയ്ത രീതികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ നല്ലൊരു ഇമോഷൻ അല്ലെങ്കിൽ നല്ലൊരു ഫീലിങ്സ് കൺവേ ചെയ്യുന്ന ഒരു അടിപൊളി ഡ്രാമയാണ് വെൻ ലൈഫ് ഗിവ് യു ടാൻജറൈൻസ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും 12 എപ്പിസോഡ്സ് വരെ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രാമയാണ് വെൻ ലൈഫ് ഗിവ് യു ടാൻജറൈൻസ്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അയ്യു ആണ് കേട്ടോ. അതായത് മൂൺ ലവേഴ്സ് ഡ്രാമ ഉണ്ടല്ലോ, ആ ഡ്രാമയിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ഈ ഡ്രാമയിൽ മെയിൻ ലീഡായിട്ട് അഭിനയിക്കുന്നത്. അയ്യുവിന്റെ ഒപ്പം പെയറായിട്ട് പാക് ബോഗം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടാണ് കേട്ടോ അഭിനയിക്കുന്നത്. അപ്പൊ ആ ഒരു റൊമാൻസ്, ഇവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. എന്തായാലും മറക്കാണ്ട് ഈ ഒരു ഡ്രാമ കണ്ടു നോക്കൂ കേട്ടോ. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് 2024 റിലീസ് ആയിട്ടുള്ള മിസ്റ്റർ പ്ലാങ്ക്ടൺ. ഇത് നല്ലൊരു റൊമാൻറ്റിക്കൽ ഡ്രാമയാണ് കേട്ടോ. ഇതിന്റെ സ്റ്റോറി ഞാൻ പറയുന്നില്ല, കാരണം ഈ ഡ്രാമ ഞാൻ കണ്ടിട്ടുള്ളത് വിങ്ങി പൊട്ടിക്കരഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഇപ്പോഴും കണ്ടാലുണ്ടല്ലോ എനിക്കിനി രണ്ടാമത് കാണാൻ തോന്നുന്നു ചോദിച്ചാൽ അവരുടെ റൊമാൻസ്, അവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണും. പക്ഷെ എന്നാലും ഈ ഒരു ഇപ്പുറത്തെ ഒരു വശത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സാഡ്നെസ് ആണ് കേട്ടോ. സോ എനിക്കത് കാണാൻ തോന്നുന്നില്ല. പക്ഷെ സ്റ്റോറി ഞാൻ പറയുന്നില്ല, സ്റ്റോറി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ തോന്നില്ല. എങ്ങനെ നിങ്ങൾ പോയിട്ട് കണ്ടു നോക്കൂ കേട്ടോ. ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഡ്രാമയുടെ വീഡിയോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ സ്റ്റോറി വലിയ ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷെ സ്റ്റോറി ഞാൻ പറയണമില്ല, നിങ്ങൾ എന്തായാലും പോയിട്ട് കണ്ടിട്ട് തന്നെ നിങ്ങൾ സ്റ്റോറി അറിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയാണ് മിസ്റ്റർ പ്ലാങ്ക്ടൺ. ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വൂ ഡോ ഹ്വാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും
ലീ യോമി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി, ഇവരുടെ റൊമാൻസ്, ഓരോ സീനുകളും ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയും ചെയ്തു. പക്ഷെ ഇപ്പുറത്തെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഡ്രാമയാണ് മിസ്റ്റർ പ്ലാങ്ക്ടൺ. എന്തായാലും നിങ്ങൾ ഡ്രാമ കണ്ടിട്ട് പറയുക, കരഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്നെ പറയരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഡ്രാമ ഒന്ന് കണ്ടു നോക്കൂ. ടോട്ടലായിട്ട് 10 എപ്പിസോഡ്സ് ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. അപ്പൊ കണ്ടിട്ട് നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഇമോഷണൽ ഡ്രാമകളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രാമകളാണ് കേട്ടോ. അപ്പൊ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.